ഇന്നത്തെ വചനചിന്ത പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, പ്രവാസ ജീവിതം നയിച്ചിരുന്ന രണ്ട് സുഹൃത്തുക്കൾ അവരുടെ മുഴുവനും സമ്പാദ്യവും എല്ലാം കരുതി വച്ച് അവർ സ്വന്തം ദേശത്തേക്കെത്തി. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം കിടന്നുറങ്ങുവാൻ ഏറ്റവും നല്ലൊരു ഭവനം വേണമെന്നായിരുന്നു. രണ്ടുപേരും അടുത്തടുത്ത് പുര പണിയുവാൻ തുടങ്ങി. ഒരാൾ പെട്ടെന്ന് തന്നെ അടിസ്ഥാനമൊരുക്കി. അടുത്തവൻ തൂമ്പായെടുത്ത് കുഴിക്കുവാൻ തുടങ്ങി. ഒന്നാമൻ വീടിന് തൂണുകളുണ്ടാക്കി കട്ടകൾ കെട്ടി ഉയർത്തുവാൻ തുടങ്ങി. രണ്ടാമൻ കുഴിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രണ്ടാമൻ്റെ ഭാര്യ ഉച്ചഭക്ഷണവുമായി വന്നു. അവൾ പറഞ്ഞു, ഇത് എത്ര നാണക്കേടാണ്. അവൾ ഇപ്രകാരം പറഞ്ഞു, അപ്പുറത്തെ ആളുടെ കയറി പാർക്കൽ ഇന്നാണ്, നിങ്ങൾ ഇപ്പോഴും കുഴിക്കുകയാണോ? അവൾ പോകുവാൻ തുടങ്ങിയപ്പോൾ ഭർത്താവിൻ്റെ തൂമ്പ എന്തോ ഒന്നിൽ തട്ടി. അയാൾ പറഞ്ഞു, എടി നീ നിന്നേ, ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സംഗതി ഞാൻ കണ്ടു. താൻ മണ്ണിനടിയിൽ തപ്പിക്കൊണ്ടിരുന്ന അടിസ്ഥാനമായിരുന്നു അത്. രണ്ടാമൻ നല്ല അടിസ്ഥാനമിട്ട് വീട് പണിയുവാൻ തുടങ്ങി. രണ്ടാമന് ഒത്തിരി സന്തോഷമായി. അവൻ വീട് പണി പൂർത്തിയാക്കിയപ്പോൾ ഒന്നാമൻ്റെയും രണ്ടാമൻ്റെയും വീടുകൾ ഒരുപോലെ നല്ലതെന്ന് തോന്നി. തൻ്റെ അടിസ്ഥാനമുള്ള വീട്ടിൽ കയറി പാർക്ക് കഴിഞ്ഞു. ഒരു ദിവസം കിടന്നുറങ്ങുന്ന രാത്രിയിൽ ശക്തമായ കൊടുങ്കാറ്റും പേമാരിയുമുണ്ടായി. വെള്ളം പൊങ്ങി, കാറ്റടിച്ചു. താൻ സമാധാനമായി കിടന്നുറങ്ങി. ഭാര്യ രാത്രിയിൽ അദ്ദേഹത്തെ തട്ടി വിളിച്ചു, നിങ്ങളൊന്ന് എഴുന്നേറ്റേ, അപ്പുറത്തെ വീട് പേമാരി കൊണ്ട് നിലം പൊത്തിയിരിക്കുന്നു. എന്നാൽ അദ്ദേഹം കട്ടിൽ നിന്ന് എഴുന്നേറ്റില്ല. അയാൾ ക്ഷീണിതനായിരുന്നു. കൊടുങ്കാറ്റും പേമാരിയും ശാന്തമായി. താൻ കിടന്നുറങ്ങി. അടിസ്ഥാനം ഇടുക എന്നത് സമയമെടുക്കുന്ന കാര്യമാണ്. അടിസ്ഥാനം പെട്ടെന്ന് മണ്ണിലിട്ട് സകലതും പൊക്കിയിട്ട് കാര്യമില്ല. രണ്ടാമനാകട്ടെ അടിസ്ഥാനമിട്ടത് പാറയിലായിരുന്നു. അതിനാൽ അദ്ദേഹം സുഖമായി കിടന്നുറങ്ങി. ഇന്ന് പലരും തങ്ങളുടെ ജീവിതം മോടി പിടിപ്പിക്കുവാൻ അവരുടെ സമയം കൂടുതൽ ചെലവഴിക്കുന്നത് മനുഷ്യർ കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മനുഷ്യർ അടിസ്ഥാനമിടുവാൻ മറന്നുപോകുന്നു. ഒരു കാര്യം ഓർക്കണം, ഒരു കാര്യം ഉറപ്പിക്കണം. പാറയാകുന്ന അടിസ്ഥാനം കാണാതെ പണി തുടങ്ങരുത്. ചിലപ്പോൾ അതുകൊണ്ടാണ് പലരും താമസിക്കുന്നത്. കൺമുൻപിൽ കൂട്ടുകാർ പലതും കെട്ടി ഉയർത്തുമ്പോൾ ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. സമയമല്പം കൂടുതലെടുത്തോട്ടെ. അവരുടെ പണി കണ്ട് അതിനോട് നമ്മുടെ പണിയെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അവർ വാഹനം വാങ്ങുന്നു, അവർ വിദേശത്തേക്ക് പോകുന്നു, അവർക്ക് ജോലി ലഭിക്കുന്നു, അവരുടെ വിവാഹം കഴിയുന്നു, അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. നീ ഇപ്പോഴും കുഴിക്കലോട് കുഴിക്കലായിരിക്കാം. എന്നാൽ വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. താങ്കൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ ക്രിസ്തുവാകുന്ന അടിസ്ഥാനം താങ്കൾ നോക്കിയാൽ താങ്കളുടെ ജീവിതത്തിനകത്ത് വലിയ ഉയർച്ചയുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നാം ഇല്ലായ്മ പറയുമ്പോൾ, കുറവുകൾ പറയുമ്പോൾ ഒന്ന് ഓർക്കണം, നാം ഇന്ന് ജീവനോടുകൂടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവകൃപയാൽ ക്രിസ്തുവാകുന്ന അടിസ്ഥാനം ഇട്ടതുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവനോടുകൂടെ ആയിരിക്കുന്നത്. പണം താങ്കളുടെ അടിസ്ഥാനമാണെങ്കിൽ പണം പോകുമ്പോൾ താങ്കൾ താഴെ വീഴും. സൗന്ദര്യവും സ്വാധീനവും സുഹൃത്തുക്കളും ഇവയൊക്കെയാണ് താങ്കളുടെ അടിസ്ഥാനമെങ്കിൽ ഇവയൊക്കെയും നീങ്ങുമ്പോൾ താങ്കൾ പതറി വീഴും. പണം പോയാലും, കൂട്ടുകാർ പിരിഞ്ഞാലും, സ്വാധീനം പോയാലും, സ്നേഹിതർ അകന്നാലും ദൈവമാണ് വചനം ശ്രവിക്കുന്ന താങ്കളുടെ അടിസ്ഥാനമെങ്കിൽ വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിന് ഒരു പരിക്കും പറ്റത്തില്ല. കാറ്റുകൾ താങ്കൾക്ക് നേരെ വരാം, വെള്ളം താങ്കൾക്ക് നേരെ വരാം. എന്നാൽ അവ താങ്കളുടെ മുകളിൽ കവിയാതെ ദൈവം താങ്കളെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. ഈ ഭൂമിയിലെ സകല അടിസ്ഥാനങ്ങളും ഇളകിയാലും താങ്കളുടെ അടിസ്ഥാനം ഇളകത്തില്ല. നിലനിൽക്കുന്ന ഏക അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവാണ്.
മറ്റെല്ലാ അടിസ്ഥാനങ്ങളും ഇളകിയാലും മറ്റെല്ലാ മനുഷ്യർ മാറിയാലും കർത്താവ് യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനം താങ്കളെ വിട്ട് മാറുകയില്ല. കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. പാറയാകുന്ന ക്രിസ്തു മാത്രമാണ് ഈ ലോകത്തിൽ ഉറപ്പുള്ളത്. കർത്താവാകുന്ന പാറയെ മുൻനിർത്തി അടിസ്ഥാനമിട്ട ഒരുവൻ്റെ വീട് എന്നേക്ക് നിലനിൽക്കും. കർത്താവിലാണോ അടിസ്ഥാനമിട്ടത്, നമ്മുടെ ജീവിതം നിലനിൽക്കും. അല്ലാതെ എല്ലാം ഒരിക്കൽ നിലത്ത് വീഴുവാനിടയാകും. പേമാരിയോ മഹാമാരിയോ സംഹാരമോ ഭൂമി കുലുക്കമോ എന്തുമാകട്ടെ, ദൈവാശ്രയമെന്ന അടിസ്ഥാനം മാറുകയില്ല. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ജീവിതമാകുന്ന ഘടികാലം വേഗം മുന്നോട്ട് പോകുന്നു എന്ന് കരുതി ആശങ്കപ്പെടേണ്ട. പതുക്കെ സാവധാനം നീങ്ങിയാൽ മതി. ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളുടെ കൂടെയുണ്ട്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും ദൈവത്തിൻ്റെ നാമം നീങ്ങത്തില്ല. ആകയാൽ ജീവനുള്ള കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുവാൻ, പാറയാകുന്ന ക്രിസ്തുവിൽ അടിസ്ഥാനമിടുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.